പ്രവാസ ലോകത്തെ വാർത്തകൾ. ജർമ്മൻ വിമാനത്താവളങ്ങൾ വഴി മറ്റ് രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർക്കിനി വിസ ഇല്ലാതെ യാത്ര ചെയ്യാം. ഇന്ത്യക്കാർക്ക് ട്രാൻസിറ്റ് വിസ ആവശ്യമില്ലെന്ന് ജർമ്മനി പ്രഖ്യാപിച്ചു. ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് ആശ്വാസകരമായ പ്രഖ്യാപനവുമായി ജർമ്മനി. ജർമ്മൻ എയർപോർട്ടുകൾ വഴി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ പ്രത്യേക ട്രാൻസിറ്റ് വിസയ്ക്ക് അപേക്ഷിക്കണമായിരുന്നു. എന്നാൽ ഇനി മുതൽ ഈ പ്രത്യേക വിസയില്ലാതെ ജർമ്മൻ വിമാനത്താവളങ്ങൾ വഴി മറ്റ് രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർക്ക് യാത്ര ചെയ്യാനാകും. ജർമ്മനി ഇന്ത്യ നയതന്ത്ര ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഇളവ് പ്രഖ്യാപിച്ചത്. ജനുവരി 12 മുതൽ 13 വരെയുള്ള തീയതികളിൽ ജർമ്മൻ ചാൻസലർ ഫ്രെഡറിച്ച് മെഴ്സിന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ ഭാഗമായാണ് പ്രഖ്യാപനം. മെഴ്സ് ചാൻസലറായ ശേഷം നടത്തുന്ന ആദ്യ ഇന്ത്യ സന്ദർശനവും ആദ്യ ഏഷ്യ സന്ദർശനവുമാണിത്. വിസ ഫ്രീ ട്രാൻസിറ്റ് ഏർപ്പെടുത്തിയ നടപടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാൻസലർ ഫ്രെഡറിച്ച് മെഴ്സിനോട് നന്ദി അറിയിച്ചു. ജർമ്മനി പ്രഖ്യാപിച്ച ട്രാൻസിറ്റ് വിസ ഇളവ് ഇന്ത്യൻ അന്താരാഷ്ട്ര യാത്രക്കാർക്ക് യാത്ര കൂടുതൽ സുഗമമാക്കും. കൂടാതെ ഇരു രാജ്യങ്ങളിലെ ജനങ്ങൾ തമ്മിലുള്ള ബന്ധവും കൂടുതൽ ദൃഢമാകാൻ സാഹചര്യമൊരുക്കുമെന്ന് ഇരു നേതാക്കളും പറഞ്ഞു. പഠനത്തിനും ഗവേഷണത്തിനും ജോലിക്കുമായി ജർമ്മനിയിലേക്ക് പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഇത് ജർമ്മൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് നൽകുന്ന പങ്ക് വളരെ വലുതാണ്. ഇതുകൂടി പരിഗണിച്ചാണ് ജർമ്മനി ഇന്ത്യക്കാർക്ക് യാത്രാ ഇളവ് പ്രഖ്യാപിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE ഫെഡറൽ സർക്കാരിന്റെ റിയൽ എസ്റ്റേറ്റ് ആസ്തികളുടെ വിവരങ്ങൾ ഏകീകരിക്കാൻ പദ്ധതി. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന് തുടക്കമിട്ട് ധനകാര്യ മന്ത്രാലയം. UAE ഫെഡറൽ സർക്കാരിന്റെ റിയൽ എസ്റ്റേറ്റ് ആസ്തികളുടെ വിവരങ്ങൾ ഏകീകരിച്ച് നിയന്ത്രിക്കുന്നതിന് പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആരംഭിച്ചു. ഫെഡറൽ ഗവൺമെന്റ് റിയൽ എസ്റ്റേറ്റ് അസസ് പ്ലാറ്റ്ഫോം എന്ന പേരിലുള്ള ഈ സംവിധാനം സർക്കാർ ഉടമസ്ഥയിലുള്ള എല്ലാ റിയൽ എസ്റ്റേറ്റ് ആസ്തികളെയും ഏകീകൃത ഇലക്ട്രോണിക് രജിസ്ട്രിയായി പ്രവർത്തിക്കും. മറ്റ് ഫെഡറൽ സംവിധാനങ്ങളുമായി പ്ലാറ്റ്ഫോം സംയോജിപ്പിച്ചിരിക്കുന്നതിനാൽ ആസ്തി രേഖകൾ സ്ഥിരമായി പുതുക്കാൻ സാധിക്കും. തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ള തീരുമാനമെടുക്കലിന് സഹായിക്കുന്ന റിപ്പോർട്ടുകളും ഈ പ്ലാറ്റ്ഫോം വഴി ലഭിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ഫെഡറൽ ഇലക്ട്രോണിക് രജിസ്ട്രി സ്ഥാപിക്കണമെന്ന കാലാകാലങ്ങളായുള്ള ആവശ്യമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. പൊതു ആസ്തികൾ നിയന്ത്രിക്കുന്നത് ആധുനികവൽക്കരണത്തിന്റെയും ഭരണനിർവഹണം ശക്തിപ്പെടുത്തുന്നതിന്റെയും ഭാഗമായാണ് നീക്കം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഡംബര വീടുകളുടെ വിൽപ്പനയിൽ റെക്കോർഡിട്ട് ദുബായ്. കഴിഞ്ഞ വർഷം $1 കോടി വിലമതിക്കുന്ന 500 വീടുകൾ വിറ്റതായി റിപ്പോർട്ട്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ദുബായിലേക്ക് എത്തുന്ന സമ്പന്നരുടെ എണ്ണം കൂടിയതോടെ ആഡംബര ഭവനവിലയും വർദ്ധിച്ചു. കഴിഞ്ഞ വർഷം ദുബായിൽ $1 കോടി വിലമതിക്കുന്ന 500 വീടുകൾ വിറ്റതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. മുൻവർഷത്തെ അപേക്ഷിച്ച എണ്ണത്തിൽ 15% മൂല്യത്തിൽ ഏകദേശം 28% വർധനമാണ് രേഖപ്പെടുത്തിയത്. നൈറ്റ് ഫ്രാങ്കാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. ആകെ വിൽപ്പന നടത്തിയ പ്രോപ്പർട്ടികളിൽ 68 എണ്ണത്തിന് $2.5 കോടി മൂല്യമാണ് രേഖപ്പെടുത്തിയത്. ഈ വിഭാഗത്തിലുള്ള പ്രോപ്പർട്ടികളിൽ പ്രതിവർഷം 48% വർധനവുണ്ടായി. $1 കോടി വിലയുള്ള 28 വീടുകൾ പാം ജുമേറയിലും 22 എണ്ണം പാം ജബൽ അലിയിലുമാണ് വിറ്റുപോയത്. സർക്കാരിന്റെ നിക്ഷേപ പദ്ധതികൾ, ഉയർന്ന ജീവിത നിലവാരം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിൽ ആകൃഷ്ടരായാണ് സമ്പന്നർ ദുബായിലേക്ക് ചേക്കേറുന്നത്. വിരമിച്ചവർക്കും വിദൂര ജോലിക്കാർക്കുമായി UAE നടപ്പാക്കിയ റെസിഡൻസി പെർമിറ്റ്, ഗോൾഡൻ വിസ എന്നിവയും സമ്പന്നരെ ആകർഷിച്ച ഘടകങ്ങളാണ്. അറബ് ലോകത്തെ രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയായ UAE കഴിഞ്ഞ വർഷം 9800 കോടീശ്വരന്മാരെയാണ് ആകർഷിച്ചതെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.